കേരള വിഷന്റെ കണക്ട് ആൻഡ് വിൻ പദ്ധതിയിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൊല്ലം CTVയിൽ വെച്ച് നടന്ന സമ്മാനദാന ചടങ്ങ് പുന്തലത്താടം ഡിവിഷൻ കൗൺസിലർ പി രാജേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ട നറുക്കെടുപ്പിൽ കൊല്ലം ജില്ലയിൽ മൈലാപ്പൂർ സ്വദേശിനി ഷെമിനായിക്കാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത്. കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും മേഖലാ കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ പാലത്തറ ഡിവിഷൻ കൗൺസിലർ ഡെസ്റ്റിമോണ താക്കോൽ കൈമാറി. കണക്ട് ആൻഡ് വിൻ പദ്ധതിയിലൂടെ കേരള വിഷൻ അവരുടെ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് 2 കോടി രൂപ വില വരുന്ന സമ്മാനങ്ങളാണ് നൽകുന്നത്. പുതിയ കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താക്കൾക്കും 6 മാസം 1 വർഷം പ്ലാനുകൾ ചെയ്തിട്ടുള്ള വരിക്കാരിൽ നിന്നുമാണ് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ കോൾ ചെയ്താൽ ഉടനെ തന്നെ എല്ലാ സർവീസും ഇതാക്കി തരും. നല്ലതാണ്. കേരള വിഷൻ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 16 വർഷമായാലും എപ്പോൾ സർവീസ് ചോദിച്ചാൽ നമുക്ക് ഇതാക്കി തരും. നമ്മൾ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ചില വേറെ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഡൗൺലോഡായി കിട്ടത്തില്ല. കേരള വിഷൻ്റെ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മൂവി ആയാലും ഏതായാലും ഡൗൺലോഡ് ചെയ്യാം. ഒന്നിലധികം ഡിവൈസ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നല്ലതാണ് കേരള വിഷൻ്റെ വൈഫൈ. ഭാഗ്യശാലികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറും ടിവിയും ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാറുമാണ് ലഭിക്കുക. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും CTVയുടെ MDയുമായ സാജൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ബോർഡംഗം സുരേഷ് ബാബു, COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, ജിയോ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് പിള്ള, ജില്ലാ ട്രഷറർ സുനിൽ C, വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സൗത്ത് ബോയ്സ് എക്സിക്യൂട്ടീവ് അംഗവുമായ താജ് ഗോപാൽ, ജിയോ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമീർ ഖാൻ, കൊല്ലം മേഖലാ സെക്രട്ടറി നരേന്ദ്രപ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, CTVയുടെ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ, സൗത്ത് വോയിസിന്റെ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.